വിവാഹ നടത്തിപ്പിൽ CPM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്നും സംശയം പ്രകടിപ്പിച്ച് കമ്മീഷൻ. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. ഇത് ഈ കുട്ടികളുടെ ധൈര്യം. ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, കേരള സ്വർഗമാണോ? കേരളം ജീവിക്കാൻ പറ്റിയ സ്വർഗമാണോ? നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതോ അതെല്ലാം നമ്മൾ തെളിയിക്കുകയല്ലേ? കേരള സ്വർഗം തെളിയിക്കുകയല്ലേ? അതെ, കേരള സ്വർഗമാണ് തെളിയിക്കുകയാണ്. വയസ്സ് തെളിയിക്കുന്ന രേഖയായി പെൺകുട്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ തെറ്റാണ്. വൈറൽ കുംഭമേള താരത്തിന്റെ വിവാഹത്തിൽ ഭർത്താവിനെതിരെ പോക്സോ കേസ്. മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാഹ നടത്തിപ്പിൽ CPM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്നും സംശയം പ്രകടിപ്പിച്ച് കമ്മീഷൻ രംഗത്ത് വരികയാണ്. ആഘോഷപൂർവ്വം നടത്തിയ വിവാഹം, അതിൽ CPM പ്രവർത്തകരടക്കം മന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത വിവാഹത്തിൽ ഇപ്പോൾ വരുന്ന കണ്ടെത്തൽ പിന്നാലെയുള്ള നടപടി. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. വിവാഹത്തിന് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നൽകിയെന്നും നിർമ്മിച്ചുവെന്നും വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും കണ്ടെത്തി. എന്നാൽ അന്നു മുതൽ തന്നെ ബന്ധുക്കൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് പ്രദൻ ദുബെ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. 16 വയസ്സ് മാത്രമാണ് പെൺകുട്ടിക്ക് പ്രായം. 2009 ഡിസംബറിലാണ് പെൺകുട്ടി ജനിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആധാർ കാർഡാണ് കേരളത്തിലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വിവാഹത്തിൽ വയസ്സ് തെളിയിക്കുന്ന രേഖയായി പെൺകുട്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ തെറ്റാണ്. ആ ഡോക്യുമെന്റ് റദ്ദാക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കമ്മീഷന്റെ കണ്ടെത്തലിന് പിന്നാലെ മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഭർത്താവിനെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്യായമായി ഈ രേഖ ഫോർജറി ചെയ്തത്, അതായത് കൃത്രിമത്വം കാണിച്ചതും അതോടൊപ്പം തന്നെ പീഡനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ ഭർത്താവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെയും മധ്യപ്രദേശിന്റെയും സംസ്ഥാന DGPമാരോട് ഈ മാസം 22-ന് ഡൽഹിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.